ഡോക്ടർ TS ശ്യാംകുമാർ അദ്ദേഹത്തിന് കുഴിത്തുറയിലിട്ട് കുറേ പേര് തല്ലിക്കൊല്ലാൻ ഒരു ശ്രമം നടത്തി. കുറേ പേരെന്ന് പറയുന്നതിനെക്കാട്ടി സംഖ്യകളായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് കാണാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ചെറിയ രീതിയിൽ ഒരു പ്രകമ്പനം, അതെ, അദ്ദേഹത്തിനെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ളവരായിരുന്നു എങ്കിൽ ഇവിടെ എന്ത് നടക്കുമായിരുന്നു? സംശയിക്കേണ്ട, ഭൂകമ്പം നടന്നേനാ. അയ്യോ, മോദി വരെ വന്നേനെ ഇവിടെ. എന്തിനെന്നറിയാമോ? ഹർത്താൽ ഉണ്ടാക്കാൻ. പിന്നെ ആകെയുള്ള പ്രശ്നമല്ലേ, ഇസ്ലാം മതത്തിനെതിരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കേട്ടോണ്ടിരിക്കുന്ന നല്ല രൂപ. അത് കേട്ടിങ്ങനെ നർമാദിച്ച് സ്വസ്ഥതയോട് കൂടി ഇരിക്കണം. ചെറിയ രീതിയിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ വല്ലതും പറഞ്ഞാൽ, മണ്ടപണ്ഡിതന്മാരാണ് ചിലത് പറയാം, അതും എടുത്തു വെച്ച് കിട്ടണം. പറഞ്ഞു 11. ഇതാണ് മൊത്ത ആഗോള പ്രതിഭാസമാണ്. അത് മാത്രമല്ല, മൊത്തം മുസ്ലിമുകൾ ഇങ്ങനെയാണ് എന്നങ്ങാക്കി തീർക്കും. ഇനി ഇത് വേറൊരു സ്ട്രാറ്റജിയാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇസ്ലാമിൽ നിന്ന് അടിക്കുന്നത്. അപ്പം ഇസ്ലാമിയർക്ക് കിട്ടുന്ന ഇടിയുടെ ആ ഒരു ഇത് വയ്ക്കുമ്പം നമുക്ക് ഇവരെ അടിക്കും, നമ്മളിനി സംരക്ഷിക്കുക എന്നൊരു തോന്നൽ വരും. ആ സമയത്ത് ആര് അനുകൂല വർത്താനം പറയുന്നോ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും. അപ്പം എങ്ങനെയാണ്? അതൊരു സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതൊന്നുമല്ല. സംഘികൾക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്യാംകുമാർ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകളുണ്ട്. ഞാൻ ഒത്തിരി അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു ആളാണ്. എനിക്ക് ഒരുപാട് റെസ്പെക്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയൊരു ദിവസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവ്മാരൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു, ആരിഫ് ഹുസൈൻ ആൻഡ് ടീം. ആരിഫ് ഹുസൈനെ വെളുപ്പിക്കൽ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. രവിയുടെ ഒരു പ്രത്യേക ജുക്തിവാദി പ്രോഗ്രാം ഇട്ടുതല്ലി പൊട്ടിപ്പോയി. അതെന്തുകൊണ്ടെന്നറിയാമോ? ഇദ്ദേഹമൊന്നും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ജബ്ബാർ മാഷ് പോയില്ലെന്നാണ് അറിവ്, കൂടുതൽ അറിയത്തില്ല. ഏതായാലും ഇദ്ദേഹം പോകുന്നില്ല, ഇദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. അതിനൊരു എക്സ്പ്ലനേഷനും പുള്ളി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ അധികം യുക്തിവാദികൾ ഇതിനെപ്പറ്റി കൃത്യമായി വിവരണവും കൊടുത്തിരുന്നു. എന്തുകൊണ്ട് ആരിഫ് ഹുസൈനുമായി ഞങ്ങളൊരു വേദി പങ്കിടില്ല എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഈ പുള്ളിയെ തല്ലാൻ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമഫലം നടന്നിട്ട് ഇവിടെ ഒരാൾ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. അതിപ്പോൾ വലിയൊരു കാര്യമാണോ? ഒരു യുക്തിവാദിയെ അങ്ങനെ ആക്രമിച്ചു, അത് സംഘികൾ ആക്രമിച്ചു, എന്താ ഇപ്പം പ്രശ്നമുണ്ടല്ലോ. യുക്തിവാദികളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് വസ്തുത. എന്തുകൊണ്ട് ഇത്രയധികം ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടും ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല, ശബ്ദിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു പകപ്പുണ്ടാകുന്നു. മരണശേഷം പിന്നെ കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് എന്ത് കാര്യം? ദബോൽക്കർ, ബൻസാരെ, ഗൗരി ലങ്കേഷ്കർ, എത്ര മനുഷ്യരായി, എത്ര പേരായി. പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ പറയണത്. ഇദ്ദേഹം എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവഹേളിച്ചു എന്ന് വേണമെങ്കിൽ പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവരാം. ഇവിടെ ഏറ്റവും കൂടുതൽ അവഹേളനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്ന വിഭാഗം ഹിന്ദുമത വിഭാഗമാണ്. ഈ അവഹേളനങ്ങൾക്ക് കേസ് കൊടുത്താൽ പോരെ, തല്ലിക്കൊല്ലുന്ന എന്തിനാ? അപ്പോൾ ഇവിടെ കൊല ചെയ്യാൻ സാധ്യതയുള്ളതും തീവ്രവാദികളായിട്ടുള്ളതും ഈ സംഘി കൂട്ടങ്ങളാണെന്നുള്ള തെളിവാണ് അദ്ദേഹത്തിന് ഏർപ്പെട്ട ഈ ആക്രമണം. ഇതാരും ചർച്ചയ്ക്കെടുക്കില്ല. ഇതൊക്കെ ചർച്ചയ്ക്കോ? ആരാ ഇപ്പങ്ങേരി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലീച്ചർക്ക് എന്തെങ്കിലും വന്നാലേ ഉടനെ ചർച്ച വേണ്ടിയുള്ളൂ. ആദ്യം തന്നെ. ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഈ വീഡിയോയുടെ അവസാനം വെക്കുന്നുണ്ട്, കേട്ട് നോക്കുക. അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ച് പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ ഖണ്ഡിക്കാൻ ആ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിൽ നല്ലത്. സാധാരണ അങ്ങനെയാണല്ലോ ഖുർആനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ എടുത്തുകൊണ്ട് വരണ എന്താ? അത് പറ്റത്തില്ല എന്നുണ്ടോ? മനുഷ്യത്വമില്ലായ്മയുടെ പര്യായ പദമാണ് ഈ പുസ്തകങ്ങളൊക്കെ. അത് വൃത്തിയായി വ്യക്തമായി മനസ്സിലാക്കിയ മനുഷ്യർ പറയും. അത് പറയുന്നത് ഹിന്ദുമത കമ്മ്യൂണിറ്റിയിൽ നിന്നാകുമ്പോൾ ആളുകൾ പറയുന്ന കണക്ക് ഇപ്പുറത്തുനിന്ന് മുസ്ലിങ്ങളിൽ നിന്നുണ്ടല്ലോ, അതുപോലെ ഹിന്ദുമതം എന്ന് പറയും. അതിനാണ് ഞാനൊരു തിരുത്ത് നേരത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് തന്നത്. സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ, പൂർവ്വപിതാക്കൾ അനുഭവിച്ച വിഷമങ്ങൾ, അത് ഹിന്ദുമത വിഭാഗത്തിലെ ആളുകൾ വന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാം, മനസ്സിലാകാം. എല്ലാം അനുഭവിച്ച് സുഖസോലുപതായി കിടക്കുന്ന അത്യാവശ്യം അറ്റൻഷൻ സീക്കിന് വേണ്ടി മാത്രം ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്ന വൃത്തികെട്ടവന്മാരെ അതുകൊണ്ടാണ് എതിർക്കുന്നത്. അപ്പോൾ എക്സ് ഹിന്ദുവിനെ നിനക്ക് അനുകൂലിക്കാൻ, എക്സ് മുസ്ലിമിനെ അനുകൂലിക്കാൻ വയ്യേ എന്ന ചോദ്യം ഇവിടെ വരുമെന്നുള്ളതുകൊണ്ട് നേരത്തെ അങ്ങ് വെട്ടിയതാ. വിഷയം അത്രയേ ഉള്ളൂ. ഇവരൊക്കെ അനുഭവിച്ചവരാണ്. എന്തിനാണ് നമ്മുടെ നിയമമന്ത്രി പോലും അത്രത്തോളം കഠിനമായ വാക്കുകൾ ഹിന്ദുമത സംസ്കാരത്തിനെതിരെ പറഞ്ഞതിൻ്റെ കാരണം അവരനുഭവിച്ച തീവ്ര വേദനയിൽ നിന്നാണ്. അത്രത്തോളം കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉച്ചനീചത്വം ഉച്ചഘട്ടത്തിലാണ് ആ കമ്മ്യൂണിറ്റിയിൽ. അതേപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ്റെ കാര്യവും പറയുന്നുണ്ട് ശ്യാംകുമാർ അദ്ദേഹം. അതിൻ്റെ കാരണം പൊയ്കയിൽ അപ്പച്ചൻ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഈ ജാതീയ വേർതിരിവ് ഉണ്ട് എന്നുള്ളതിന്. അദ്ദേഹം പറയ സമുദായത്തിലായിരുന്നു.
അതിൽ നിന്ന് മാറി ക്രിസ്ത്യാനിറ്റിയിൽ വന്നപ്പോൾ പറയ സമുദായത്തിൽ നിന്ന് മതം കൂടിയവനായതുകൊണ്ട് അവർക്കൊരു വിഭാഗം ഉണ്ടാക്കി കൊടുത്തു. ആ വിഭാഗത്തിന് താഴ്ന്ന ജാതിക്കാരായി കൺസെപ്റ്റ് ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതി ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ട് എന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ദാ കിടക്കണ നിന്റെ മതം എന്ന് പറഞ്ഞ് ബൈബിളും കത്തിച്ച് അപ്പുറത്ത് പോയി വേറൊരു മതം ഉണ്ടാക്കി അങ്ങേരെ അവിടെ ഉണ്ട്. അപ്പം ഇത് എവിഡൻസ് ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നാരായണ ഗുരുവിനെയും പൊയ്കയിൽ അപ്പച്ചനെയുമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾക്ക് ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും, ഇവർക്ക് മുഹമ്മദിനെയും ഫോളോ ചെയ്യാൻ പറ്റും എങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അധികാരം ഇല്ലേ? നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമുണ്ട്. എല്ലാവരെയും വിമർശിക്കാം, സംഘികളെ തൊടരുത്. തൊട്ടാൽ ജീവനാണ് അപകടം. ബാക്കിയുള്ളവർ കയ്യോ കാലോ ഒക്കെ വിട്ടുള്ളൂ എന്നൊക്കെ നമുക്കൊന്ന് സമാശ്വസിക്കാം. ഇവർ നേരെ കഴുത്ത് വിട്ടു. എക്സ്പീരിയൻസ് എത്രയേ? പക്ഷെ ഇതാരും ചർച്ചയും ചെയ്യത്തില്ല. പല പ്രതിഭാസങ്ങളും കാണുന്നുണ്ട് നെറ്റിൽ. ഗുജറാത്തോ അങ്ങനെയൊന്നും ഉണ്ടോ? ഇനിയിപ്പോൾ ഗുജറാത്ത് ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നടന്ന സംഭവങ്ങൾക്ക് വിറ്റ്നസ്സായ ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഈ വൾഗാരിറ്റി പറയാൻ പല പെണ്ണുങ്ങൾക്ക് നാക്ക് കൂസുന്നില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം. നമ്മൾക്കതൊരു കലാപമായിട്ട് എടുക്കണ്ട. കലാപങ്ങൾ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടാകാം, ശത്രുത ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഏത് രാഷ്ട്രീയമാണെങ്കിലും അത് വൾഗറാണ്, ഏത് മതമാണെങ്കിലും അത് വൾഗറാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ അവരെ പോലെ ജനിക്കാത്തത് കൊണ്ടല്ല, സാമൂഹ്യ വ്യവസ്ഥ അതായതുകൊണ്ടാണ്. ആ കൺസിഡറേഷൻ മാറണം. ഞാൻ നിന്നെപ്പോലെ തന്നെയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും വേണ്ട, അതേസമയം ഡീഗ്രേഡിങ്ങും വേണ്ട എന്ന് പറയാൻ പെണ്ണിന് കഴിയണം. അതുകൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ കുറച്ച് ആഴത്തിൽ ഊന്നി പറയുന്നത്. ആർക്ക് മനസ്സിലാവാൻ? ഉടനെ പറയും മതം പറയണമെന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മതവാദി എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എൻ്റെ മതം എനിക്ക് വലുത് തന്നെയാണ്, തർക്കമേ ഇല്ല. എൻ്റെ മതത്തിലുള്ളവരുടെ വിശ്വാസങ്ങൾ അവരെ അപരവൽക്കരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ശ്വാസമുള്ളിടം വരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൾ തന്നെയാണ് ഞാൻ. പക്ഷേ കൂടെ ഇതും കൂടെ പറയണമെന്ന് തോന്നി. ഇതൊരു അവഹേളനമായിട്ട് കണക്കാക്കണ്ട. ഹിന്ദു മതത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ, ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് തുറന്നു പറച്ചിലുകളിൽ കൂടെ മാത്രമേ തിരുത്തലുകൾ ഉണ്ടാവും. നമുക്കത് ബോധ്യപ്പെടത്തില്ല. ചിലപ്പോൾ ഇത് നമ്മുടെ ആചാരങ്ങളായിട്ട് ഒരുമാതിരി ആക്കി എടുക്കപ്പിക്കാം. പക്ഷെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിലർ അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ പടപൊരുതുകയും തന്നെ വേണം. എന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മാറ്റങ്ങളുണ്ട്, പഴയതുപോലെയല്ല, പുത്തൻ കാലമാണെന്നൊന്നും പറയണ്ട. റീസെൻ്റ്ലി നടന്ന കുറേയധികം ഇൻസിഡൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നാലും ഒരു സൂചന പോലെ പറയാം. ഇവിടെ താഴ്ന്ന ജാതിക്കാരൻ ഒരാൾ അമ്പലത്തിൽ പ്രസാദം കൊടുക്കുന്നു, അതായത് പൂജാരിയായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കത്തില്ല, അതായത് നെറ്റിയിൽ തൊടുന്ന ചന്ദനമാണ് എന്തോ പ്രസാദം, അത് വാങ്ങിക്കില്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവിടെ മാറ്റമുണ്ട് എന്ന് പറയുന്നത് ചുമ്മാതെയല്ലേ, നുണയല്ലേ? കുട്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ ഗ്ലാസ് എടുത്ത് അവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് അവനെ അടിച്ചു കൊല്ലുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റമുണ്ടോ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തന്നിൽ താന്നവരെന്നോ അല്ലെങ്കിൽ തൻ്റെ ജാതിയിൽ താന്ന ഒരുത്തനാണ് റോഡിലിരിക്കുന്നതെങ്കിൽ അവൻ്റെ തലയിൽ മൂത്രമൊഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഏതാണ്ട് താഴ്ചയുടേതല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യപ്പെടുന്നതുണ്ട് ഉള്ളതുകൊണ്ട് നമ്മളായിട്ട് അത് കൂടുതൽ ഊന്നൽ കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പലയിടങ്ങളിലും ഇത് സ്ഥിരമായി നടക്കുന്നുണ്ട്, അമ്പലങ്ങളിൽ പോലും. നമ്മുടെ മന്ത്രി പോയാൽ, ഇപ്പം മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലാതെ അദ്ദേഹം തെളിച്ചാൽ അത് പറ്റത്തില്ല എന്ന് പറയുന്ന രീതിയിൽ ജാതീയത അതിനകത്ത് പോലും ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ താഴെ ഇപ്പോൾ കമൻസ് നിറഞ്ഞു വരും. കാരണം അത് അവരുടെ ചടങ്ങാണ്, കൃത്യം ആ ചടങ്ങാണ് പ്രശ്നം. ദൈവത്തിൻ്റെ മുമ്പിൽ ജാതിയുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ജാതി ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് തന്നെയാണ് ശ്യാംകുമാറും പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് തച്ചു കൊന്നിട്ട് കാര്യമുണ്ടോ? ജാതീയ വിഭാഗീയത ഉണ്ട് എന്നുള്ളത് ഒരു വലിയ വെളിപ്പെടുത്തലല്ല, വലിയൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിനെയാണ് അവർ എതിർക്കുന്നത്. കാരണം അവരുടെ വംശത്തിന് അത് പ്രശ്നമാണ്, അവർ ജനിച്ച വംശത്തിൽ അത് പ്രോബ്ലമാണ്. അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് മതിക്കണ്ടായോ? സഹജീവിയെ സഹജീവിയായി അംഗീകരിക്കണ്ടേ? പകരം അധകൃതൻ, അധമൻ, നികൃഷ്ട ജന്തു ഇങ്ങനെയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് തെറ്റല്ലേ? ആ തെറ്റുകൾ തിരുത്തപ്പെടണം. അത് പറയുന്നവരെയല്ല തല്ലേണ്ടത്. അത് ഇപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ട് നടക്കുന്ന, അല്ലെ അനുസരിച്ച് പോകണം എന്ന് പറയുന്നവർക്കാണ് തല്ലു കൊടുക്കേണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവന് യാതൊരു സുരക്ഷയില്ല. അദ്ദേഹത്തിൻ്റെതെന്നല്ല, ധൈര്യസമേതം സംഘികൾക്കെതിരെ ആരെന്തു പറയുന്നോ അവരെ അടിച്ചമർത്താൻ അവരെല്ലാ വഴികളും നോക്കും. സംഘികളെ അനുകൂലിച്ചുകൊണ്ട് ഇസ്ലാമിനെ പറഞ്ഞാൽ അത് നല്ലൊരു പോംവഴിയാണ്. ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും അത് തന്നെയാണ്. ആലോചിച്ച് തീരുമാനം എടുത്തുകൊള്ളൂ. സംഘികളെ പറയുന്നവർ സൂക്ഷിച്ചോ, ഇതുപോലെ തല്ല് കിട്ടും. ഇത് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്താണ് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കേരളം നിന്ന് കത്തിയേന. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തം നിന്ന് കത്തിയേന. അമ്മാതിരി ഇതങ്ങോട്ട് പ്രചരിപ്പിച്ച് കൊളമാക്കി നശിപ്പിച്ച് കൈ തരുമായിരുന്നു. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിനെ ഭയം ഭരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഭയം എന്ന് പറയുന്നത് നേരിട്ട് തന്നെ അവതരിപ്പിക്കപ്പെടുന്ന, നേരിട്ട് തന്നെ നിയന്ത്രിച്ച് അടിച്ചമർത്തുന്ന ഒന്നായി മാറണമെന്നില്ല. മറിച്ച് നമ്മളെ തന്നെ സ്വയം സെൻസർ ചെയ്യാൻ വിധേയപ്പെടുത്തുന്ന രീതിയിലുള്ള, നമ്മളെ കൊണ്ട് തന്നെ സ്വയം നിയന്ത്രിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വം അടിസ്ഥാനപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയെയോ അതിൻ്റെ വ്യവസ്ഥാപിതമായ ഏതെങ്കിലും ചട്ടക്കൂടിനെയോ ആക്രമിക്കുന്നു എന്നുള്ളതല്ല. അത് പൊതുവെ അത്തരം വിമർശനങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും കേരളത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും നിലവിലുള്ളതാണ്. പക്ഷേ എന്നെ എന്തുകൊണ്ട് ആക്രമണത്തിൻ്റെ കേന്ദ്രമാക്കുന്നു, ശക്തമായി എന്നെ എതിരിടാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിയടരായ പ്രത്യയശാസ്ത്രങ്ങളെയും അതിൻ്റെ ഗ്രന്ഥപാഠങ്ങളെയും വിമർശിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വവാദികൾ വലിയ രീതിയിൽ ആലോചിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം ഹിന്ദുത്വവാദം രൂപം കൊണ്ടിട്ടുള്ളത് ഇന്ത്യയിലെ വേദേതിഹാസ പുരാണങ്ങളിലും മനുസ്മൃതിയിലും ധർമ്മശാസ്ത്രങ്ങളിലും പവിത്രമെന്ന് ആർഷഭാരതം കാലങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥപാഠങ്ങളെയാണ് നിശിതമായ വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ പുരോഗമനപക്ഷത്തുള്ളവർ പോലും ഇതിഹാസ പുരാണ പാഠങ്ങളെയും വേദേതിഹാസങ്ങളെയും ഒക്കെ തന്നെ അതിൽ മതേതരമായ ചില അംശങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിൽ മതേതരമായ അംശങ്ങളില്ല എന്ന് മാത്രമല്ല ഇത് തീർത്തും ഹിംസാത്മകമായ ഗ്രന്ഥപാഠങ്ങളാണ് എന്ന് പറയുന്നത്. അത് പറയുമ്പോഴത്തേക്കും ഹിന്ദുത്വവാദികൾ വലിയ രീതിയിലുള്ള ആലോചന കാരണം ഇതിൽ നല്ല ആശയങ്ങളുണ്ട് എന്ന് പറയുന്നതോടുകൂടി അവർക്ക് അതിനൊരു ഉപാദാനമായി മാറിത്തരികയാണ് ഗ്രന്ഥപാഠങ്ങൾ. മറിച്ച് ഇത് ദളിതരെയും ആദിവാസികളെയും ബഹുജനങ്ങളെയും പിന്നോക്ക ജനതയും ഒക്കെ തന്നെ അരികുവൽക്കരിക്കുന്ന ഹിംസാത്മകമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പുസ്തകങ്ങളുടെ എല്ലാം അടിത്തറ എന്നുള്ളത് തുറന്നു വെക്കുന്നതോടുകൂടി ഹിന്ദുത്വം കെട്ടുന്ന എല്ലാ ചീട്ടുകൊട്ടാരങ്ങളും സമ്പൂർണ്ണമായി തകർന്നടിയുന്നു എന്നുള്ളതാണ്. ആ ഒരു പരക്കമ്പാച്ചിലാണ് എനിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറിത്തരുന്നത്. ഇപ്പോൾ കുഴിത്തുറയിൽ നടന്ന സംഭവം CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിനനുബന്ധിച്ചുള്ള ഒരു അനുബന്ധ സെമിനാർ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ കുഴിത്തുറ അരിമന എന്ന് പറയുന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ പ്രധാനമായിട്ടും സനാതന ധർമ്മം എന്ന് പറയുന്ന വിഷയത്തെ കേന്ദ്രമാക്കിയാണ് ഞാൻ സംസാരിക്കുകയുണ്ടായത്. അതിൽ കേന്ദ്രമായിട്ട് ഞാൻ അവതരിപ്പിച്ച വിഷയം സനാതന ധർമ്മം എന്ന് പറയുന്ന ജാതിവ്യവസ്ഥ തന്നെയാണ് എന്നും ആ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ ഹിംസയാണെന്ന്, മറ്റുള്ളവരെ ഹിംസിക്കുന്നതിലൂടെയാണ് ഈ ബ്രാഹ്മണ്യ രാഷ്ട്രീയം പുലർന്നു പോരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് ഉദ്ധരിച്ചു. ഒന്ന്, സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് ചോദിക്കുന്നത്. ഗീതയുടെ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിയാണ് യഥാർത്ഥത്തിൽ സഹോദരൻ ഇത്തരം ഒരു ചോദ്യം ഗാന്ധിയോട് ചോദിക്കുന്നത്. രണ്ട്, നാരായണ ഗുരുസ്വാമികൾ തന്നെ നടരാജഗുരുവിനോട് പറയുന്നുണ്ട്, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞത്, ഇന്നലെ കൂടി മോദി തമിഴ്നാട്ടിൽ വന്ന് പറഞ്ഞത് രാമന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത് എന്നുള്ള. ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയല്ല പറഞ്ഞത്, രാമന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്താണ് രാമന്റെ രാഷ്ട്രീയം? രാമന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നാരായണ ഗുരുസ്വാമികൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശിഷ്യനോട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം എല്ലാം പ്രാർത്ഥിക്കണം. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്വാമികൾ ഇങ്ങനെ പറയുന്നത്? ഗുരു പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറയാൻ കാരണം? ഗുരു പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമന്റെ ഭരണമായിരുന്നുവെങ്കിൽ ശംഭൂകൻ വധിക്കപ്പെട്ടതുപോലെ താൻ വധിക്കപ്പെടുമായിരുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. താടകയെ വധിക്കുന്ന രംഗമുണ്ട്. അവിടെ രാമൻ താടകയെ വധിക്കുന്നതിന് കാരണമായി പറയുന്നത് എന്താണ്? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് രാമൻ താടകയെ വധിക്കുന്നതെന്ന് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിലൂടെ രാമന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്. കോട്ടയത്ത് SNDP യുടെ വിശേഷ യോഗം നടക്കുന്നുണ്ട് തിരുനക്കര മൈതാനത്ത്. അന്ന് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വരികയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈഴവ സമുദായത്തോടെല്ലാം രാമനാമം ജപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. സഹോദരൻ അയ്യപ്പൻ ആ സമ്മേളന വേദിയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങൾ പറയുന്ന രാമൻ ആ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ എന്ന് പറയുക മാത്രമല്ല, CO കരുണാകരൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും നേതൃത്വത്തിൽ രാവണ കീ ജയ് വിളിച്ചുകൊണ്ട് മദൻ മോഹൻ മാളവ്യ എതിർക്കുകയാണുണ്ടായത്. അദ്ദേഹം പരിഭ്രമിച്ചു എന്ന് C കേശവൻ അദ്ദേഹത്തിൻ്റെ ജീവിത സമരത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് രാമന്റെ രാഷ്ട്രീയം ഇന്ത്യയോട് കേരളത്തോട് ചെയ്തത് എന്ന് ഉത്തമമായ ബോധ്യം ഉണ്ടായിരുന്നവരായിരുന്നു സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളും അദ്ദേഹത്തിൻ്റെ നേർശിഷ്യനായ സഹോദരൻ അയ്യപ്പനും. ഇതാണ് രാമപാഠത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം ഈ സംഭവവികാസങ്ങളാണ് ഞാൻ കുഴിത്തുറയിൽ സംസാരിച്ചത്. അടിസ്ഥാനപരമായി സനാതന ധർമ്മം എന്ന് പറയുന്ന ജാതിവ്യവസ്ഥയാണെന്നും അത് സ്ത്രീകളെ അധകൃതരാക്കുന്നു, ബഹുജനങ്ങളെ അധകൃതരാക്കുന്നു. ഇത് കഴിഞ്ഞു പോയൊരു പുരാതന കാലം മാത്രമല്ല, പൊതുവെ ഇത് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പഴയ കാലത്തെ പറ്റിയാണ് പറയുന്നത്. പുതിയ കാലത്ത് ഇങ്ങനൊന്നും അല്ലല്ലോ, പുതിയ കാലത്ത് സനാതനമില്ല, പുതിയ കാലത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നു, സനാതന ധർമ്മം കഴിഞ്ഞുപോയ ഭൂതകാലമാണ് എന്നാണ് പൊതുവെ പറയാനുള്ളത്. പക്ഷേ ഈ സനാതന ധർമ്മം വർത്തമാന കാലത്തിൽ തുടരുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇന്ത്യൻ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സവർണരായി തീർന്നത് എന്തുകൊണ്ടാണ്? അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും സവർണരാണ് അധ്യാപകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപക തസ്തികകളിൽ 96% സവർണരാണ്. അധികാര ഭരണകൂടം കേന്ദ്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ അധികാര കേന്ദ്രങ്ങളെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു സവർണ ഒളിഗാർക്കിയാണ്, വരേണ്യരാണ്. ബീഹാറിൽ നടന്ന ജാതി സെൻസസ് സൂചിപ്പിക്കുന്ന അവിടുത്തെ ഭൂസ്വത്തുക്കളുടെ ഭീകരഭാഗവും കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഈ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ്. മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ മാധ്യമങ്ങൾ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് വരേണ്യ വിഭാഗങ്ങളാണ്. ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാലും, കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി തസ്തിക പരിശോധിച്ചാൽ ഉൾപ്പെടെ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. സ്വകാര്യ മേഖലയിൽ സംവരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു സവർണാധികാര കുത്തക കേന്ദ്രമായിട്ട് നിലനിൽക്കുകയാണ് ഈ മേഖലയെല്ലാം തന്നെ. കേരളത്തിൽ പ്രമുഖമായ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രമുഖമായിട്ട് എത്ര ദളിത് വ്യാപാരശാലകളുണ്ട്? അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടേ. അപ്പം സനാതന ധർമ്മം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു ഭൂതകാലമല്ല, വർത്തമാന കാലത്ത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിത പേര് കൂടിയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സനാതന ധർമ്മം വിമർശിക്കപ്പെടേണ്ടത്. അത് ജാതിവ്യവസ്ഥ ആയതുകൊണ്ടും ആ ജാതിവരേണ്യ മൂല്യങ്ങളെ വർത്തമാന കാലത്ത് തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥാക്രമമായി ഹിന്ദുത്വം പുലരുന്നു എന്നുള്ളതാണ് പ്രശ്നം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഴിത്തുറയിൽ സൂചിപ്പിച്ചത്. ആ പ്രസംഗം കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു, ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ളതാണ്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു, ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു. എന്തുകൊണ്ടാണ് ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നത്? ഞാൻ അവിടെ ഉദ്ധരിച്ചത് വ്യവഹാരമാല എന്ന് പറയുന്ന പുസ്തകമാണ്. വ്യവഹാരമാലയിൽ പറയുന്നത് ഒരു സവർണ്ണ സ്ത്രീയെ അവർണ്ണ പുരുഷൻ പ്രാപിച്ചാൽ സവർണ്ണ സ്ത്രീയുടെ യോനിയെ പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് പറഞ്ഞ പുസ്തകം വ്യവഹാരമാലയാണ്. ഈ വ്യവഹാരമാല തിരുവിതാംകൂറിന്റെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ വ്യവഹാരമാല എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചുള്ള ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഗൗതമധർമ്മസൂത്രത്തിലും മറ്റു പല ധർമ്മസൂത്രങ്ങളിലും പറയുന്ന കാര്യം ഞാൻ ഉദ്ധരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ തുറന്നു വെച്ചു ഉള്ള കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വർത്തമാനകാല സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മാറിയുള്ള വിവാഹം എത്രമാത്രം ക്രൂരമായ ഹിംസകൾക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പോലും നമ്മുടെ മാട്രിമോണിയൽ പരസ്യങ്ങൾ അതിൻ്റെ വളരെ കൃത്യമായ തെളിവല്ലേ? ജാതിക്കുള്ളിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ജാതീയമായ വിവാഹ പരസ്യങ്ങൾ നിലനിൽക്കുന്ന നാടുകൂടിയാണ് നമ്മുടേത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയാണ് ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുന്നതാകുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ല. സാമൂഹ്യ യാഥാർത്ഥ്യം പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. കൃഷ്ണനെ അപമാനിച്ചു, രാമനെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ് ഉദ്ധരിക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് നാരായണ ഗുരുവിനെയും ഡോക്ടർ ബി ആർ അംബേദ്കറെയും പിൻപറ്റുക എന്നുള്ള അവരുടെ രാഷ്ട്രീയത്തെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച, നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പിൻപറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാ ജനാധിപത്യ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം. ഭരണഘടനയുടെ ജനാധിപത്യ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് എത്രമാത്രം ഭീകരമാണ് ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ ഇതിഹാസ പുരാണ പാഠങ്ങൾ അക്കാദമികമായി വിമർശനാത്മകമായി വായിക്കുക എന്നുള്ളത് അക്കാദമിക മേഖലയിൽ നിൽക്കുന്ന ഗവേഷണം നടത്തുന്ന ഏതൊരു പൗരത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൂടാ. അത് പറഞ്ഞാൽ അത് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആർഷഭാരത സങ്കല്പം എന്ന് പറയുന്നത് തന്നെ വാദേ വാദേ ജായതേ തത്വബോധ. വാദിക്കുക എന്ന് പറയുന്നത് തത്വബോധത്തിന് വേണ്ടിയാണ്. ഗുരു കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? അതിനെതിരെ മറുവാദങ്ങൾ വെക്കുകയും ഡാറ്റകൾ അവതരിപ്പിക്കുകയും വിമർശിക്കുകയും ആവാമല്ലോ. അതിന് പകരം ശാരീരികമായ ആക്രമണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. അപ്പോൾ കുഴിത്തുറയിൽ ഈ പ്രസംഗം കഴിയുന്നു, വേദിയിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. കാറിൽ കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപറ്റം ആളുകൾ, ഹിന്ദുത്വവാദികൾ ഞാൻ സഞ്ചരിക്കുന്ന കാർ തടയുന്ന ഒരു രംഗമാണ് ഉണ്ടാകുന്നത്. ആ രംഗം വളരെ ചൂടുപിടിച്ച രംഗമായിട്ട് മാറുകയാണ്. നമ്മളെ കയ്യേറ്റം ചെയ്തേ അടങ്ങും എന്നുള്ള രീതിയിലേക്ക് ഹിന്ദുത്വവാദികൾ കോപാകുലരായി കോപാവേശിതരായി മാറുന്ന ഒരു രംഗമാണ് നമ്മൾ നേരിട്ട് കാണുകയാണ്. എന്തായാലും ആ സമയത്ത് CPM-ന്റെ പ്രവർത്തകർ വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഈ BJP പ്രവർത്തകരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും കാർ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല. ആ പ്രദേശത്തൊരു സംഘർഷം ഉണ്ടായി BJP-യും CPM-ഉം തമ്മിൽ. പോലീസ് സ്റ്റേഷനിലേക്ക് 150ഓളം BJP പ്രവർത്തകർ മാർച്ച് നടത്തിയെന്നാണ് ഞാൻ അവിടുത്തെ CPM പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് എനിക്കെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ കുഴിത്തുറയിൽ ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ അരങ്ങേറി. അതും പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ള പേരിലാണ് ഇത് അരങ്ങേറുന്നുള്ളത്. നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ട വിഷയം വിശ്വാസവും ഹിന്ദു ദൈവങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. വിശ്വാസത്തെപ്പറ്റി നാരായണ ഗുരു പറയും, വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ഈ ഒരു ബഹുസ്വരമായ മതവിശ്വാസ പാരമ്പര്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് രാമനെ വിശ്വസിക്കാം, എനിക്ക് രാമനെ വിശ്വസിക്കാതിരിക്കാം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നാരായണ ഗുരുവിലും പൊയ്കയിൽ അപ്പച്ചനിലുമാണ്. അതിനെ എതിർക്കാൻ ഹിന്ദുത്വവാദികൾക്ക് എന്താണ് അവകാശം? ഹിന്ദുത്വവാദികൾ ഞാൻ ഗുരുവിൽ വിശ്വസിക്കരുതെന്നും പൊയ്കയിൽ അപ്പച്ചനിൽ വിശ്വസിക്കരുത് എന്ന് നിങ്ങൾ രാമനിലും കൃഷ്ണനിലും മാത്രം വിശ്വസിക്കാമെന്ന് പറയുന്ന യുക്തി എന്താണ്? അത് പാടില്ലല്ലോ. ഞാൻ ആരിൽ വിശ്വസിക്കണം എന്നുള്ള എൻ്റെ മാത്രം തീരുമാനമാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഗുരുവിലും പൊയ്കയിൽ അപ്പച്ചനിലും അല്ല വിശ്വസിക്കേണ്ടത് എന്നും നിങ്ങൾ രാമനിലും കൃഷ്ണനിലുമാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്ന യുക്തി എന്താണ്? ഞാൻ എൻ്റെ മരിച്ചുപോയ കാരണവന്മാരെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ അനുഗ്രഹത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ആത്മബലിയിലാണ് എൻ്റെ വിശ്വാസം. പാടത്തും വരമ്പത്തും ഒക്കെ കഷ്ടപ്പെട്ട് മരണമടഞ്ഞു പോയ കാരണവന്മാരിലാണ് എൻ്റെ പ്രാർത്ഥന ഉള്ളടങ്ങിയിരിക്കുന്നത്. അവരിൽ വിശ്വസിക്കരുത്, നിങ്ങൾ രാമനിലും കൃഷ്ണനിലും വിശ്വസിക്കണം എന്ന് പറയുന്ന യുക്തി എന്താണ്? അത് ബഹുസ്വരമായ പാരമ്പര്യത്തിന് നേർക്കുള്ള ഒരു വിമർശനമാണ്, ആക്രമണമാണ്. വിമർശനമല്ല, ആക്രമണമാണ്. ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ സന്ദർഭത്തിൽ സത്യവ്രത സ്വാമികൾ പറയും, രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കാൻ പാടില്ല. കൃഷ്ണൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് രാമൻ തീരുമാനിക്കാൻ പാടില്ല. രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതത്തിൽ വിശ്വസിക്കണോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സത്യവ്രത സ്വാമികൾ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചതിന് ശേഷം കൃഷ്ണൻ അർജുനോട് പറയുന്നത് എന്താണ്? വിമർശിയെ തദശേഷേണ യഥേച്ഛസി തഥാഗുരു. ഞാൻ പറയുന്നതിനെ മുഴുവൻ വിമർശനാത്മകമായി പരിശോധിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പറയുന്നത്. ഈ പറയുന്നത് കേട്ടിട്ട് ഗീത വലിയ വിമർശന സ്വാതന്ത്ര്യം കൊടുത്തുവെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആനുഷംഗികമായി പരാമർശിച്ചെന്ന് മാത്രം. അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഗീതയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം വിമർശിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ചാർവാകന്മാർ തന്നെ അതിശക്തമായ ബ്രാഹ്മണ്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരാണ്. ബുദ്ധൻ യാഗപാരമ്പര്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ഒരാളാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുയിസത്തിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. മഹാത്മാ ഭൂലെ ഹിന്ദു ദൈവങ്ങൾ ഇന്നത്തെ നിലയ്ക്ക് ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഹിന്ദു ദൈവങ്ങളെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് മഹാത്മാ ഭൂലെ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളുടെ കയ്യിൽ ഇത്രയധികം ആയുധങ്ങൾ? ഇവർ സമാധാന പ്രിയരാണെന്നോ അഹിംസാലുക്കളാണെന്നൊക്കെ പറയുന്നു. ഇത്രയധികം ആയുധങ്ങൾ എന്തിനാണ് ഇവർ ധരിച്ചിരിക്കുന്നത് എന്ന് പെരിയാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഗെയ്ക്വാഡ് സംഘവും സഹോദര ഭവനിലെത്തി. അംബേദ്കറുടെ അനുയായിയാണ് ഗെയ്ക്വാഡ്. ജാതി ഇല്ലാതാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ് എന്ന് സഹോദരൻ അയ്യപ്പനോട് ഗെയ്ക്വാഡ് സംഘം ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ സഹോദരൻ പറയുന്ന മറുപടി ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുകയാണെന്നാണ് പറയുന്നത്. ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക. കാരണം ജാതിയുടെ പേര് കിടക്കുന്നത് ഹിന്ദുയിസത്തിലാണ്. അയ്യപ്പൻ എഴുതി, മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ. മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ. അഭിമാനമുള്ളവരാരെങ്കിലും ഹിന്ദുത്വത്തെ പേര് നടക്കുമോ എന്നാണ് സഹോദരൻ അയ്യപ്പൻ ചോദ്യം ചോദിച്ചത്. അപ്പോൾ എൻ്റെ വഴി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറും സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളും നടന്ന വഴികളെ രാഷ്ട്രീയമായി ഞാൻ പിൻപറ്റുകയും അവരെ അനുധാവനം ചെയ്യുകയാണ് ചെയ്യുന്നത്.
പല സന്ദർഭങ്ങളിലും അവരെ ഉദ്ധരിക്കുകയും അവരെ വ്യാഖ്യാനിക്കുകയും വിമർശനാത്മകമായി തുറന്നു വെക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള അക്കാദമിഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശങ്ങൾ മാത്രം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് ഈ ബ്രാഹ്മണ്യ പാഠങ്ങളെ വിമർശ വിധേയമാക്കുന്നു എന്നുള്ളതാണ്. നേരിട്ടുള്ള എന്തൊരു രാഷ്ട്രീയ വിമർശനത്തെ അവർക്ക് ചിലപ്പോൾ നേരിടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ അടിയാതരായ ഹിന്ദുത്വത്തെ ഒരു വിശ്വാസ പാരമ്പര്യവും സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥിതിയുമായി നിലനിർത്തുന്ന ഗ്രന്ഥപാഠങ്ങളെ വിമർശിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നേരെ ഹിന്ദുത്വം ഇത്തരം കോപാവേശിതരായി എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് മറ്റാരോടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഹെയ്റ്റ് വെറുപ്പ് എന്നോട് വെച്ച് പുലർത്തുന്നത് അത് സംസ്കൃത ഗ്രന്ഥപാഠങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉദ്ധരിച്ചുകൊണ്ട് നാരായണ ഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അരിശത്തിന് കാരണം. അടിസ്ഥാനപരമായി ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നാരായണ ഗുരുസ്വാമിയുടെ അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയമാണ്. ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാരുണ്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയമാണ്. കാരുണ്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അനുകമ്പയുടെയും സാഹോദര്യത്തിൻ്റെയും രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണ്യത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങളെ വർത്തമാനകാലത്ത് അത് തുടരുന്ന ഹിംസകളെ പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ തുറന്നു കാട്ടിക്കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ ഹിന്ദുത്വം ഭീകരമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേരളീയൻ എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക്, മലയാളം എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്തെ ഹിന്ദുത്വം അധിനിവേശിക്കുന്നതെന്ന് തടയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പൗരൻ്റെ അടിസ്ഥാനപരമായ കടമയും കർത്തവ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കടമയ്ക്ക് വേണ്ടി, ആ കർത്തവ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും വളരെ നിസ്സാരമായിട്ട് എന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ എന്നെ നയിക്കുന്നത് ഗുരു മുന്നോട്ട് വെച്ച ഒരു ഇച്ഛാശക്തിയും ഗുരുവിൻ്റെ ഒരു അറിവിൻ്റെ വെളിച്ചമാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായി ഇല്ലാതാക്കാനോ ശാരീരികമായി ആക്രമിക്കാനോ ചിലപ്പോൾ ഹിന്ദുത്വവാദികൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ അതുകൊണ്ട് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഗുരു പറയുന്നല്ലോ, നാം ശരീരമല്ല അറിവാകുന്നു, ഈ ശരീരം ഇല്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ശാരീരികമായി എന്നെ ഇല്ലാതാക്കിയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഫിലോസഫിയിലാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ കാതിലിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസവുമായി രാഷ്ട്രീയവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.